ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ 40 ഡേ സ്റ്റഡി പ്ലാനിൽ 21 ദിവസം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ മേജർ ആയിട്ടുള്ള പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഈ 21 ദിവസം കൊണ്ട്. അതായത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, കേരളം, ഭരണ സംവിധാനങ്ങളും അതുപോലെ സുപ്രധാന നിയമങ്ങളും, ബയോളജി, ഫിസിക്സ്. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് സയൻസ് പോർഷനിൽ കെമിസ്ട്രി മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി നമ്മൾ 40 ഡേ സ്റ്റഡി പ്ലാൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓഗസ്റ്റ് 15 തൊട്ട് തീർക്കും. അതിനുശേഷം നമ്മൾ അതിന്റെ റിവിഷനായി തുടങ്ങുന്നത്. പക്ഷേ ഇതിലിപ്പോ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഈ 21 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെ വീണ്ടും റിവൈസ് ചെയ്യാൻ പോകണം. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള 19 ദിവസങ്ങളാണ്. അപ്പൊ ഈ 19 ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ റിവിഷൻസ് എങ്ങനെ കൊണ്ടുപോകാന്നുള്ളത് നമ്മുടെ മുന്നത്തെ LDC 1 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിൽ മേജർ ആയിട്ട് ഇരിക്കുന്ന ചോദ്യങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാന്നുള്ളതാണ് നമുക്ക് ഈ 19 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുക. അതുകൂടാണ്ട് നമുക്കൊന്ന് ചെയ്യാവുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പർ, അതായത് 2024 മെയിൻ ആയിട്ട് കഴിഞ്ഞ എക്സാംസും അതുകൂടാണ്ട് 2021 മുതൽ നടന്നിട്ടുള്ള മേജർ ആയിട്ടുള്ള നമ്മുടെ 10th പ്രിലിംസ് ആയാലും 10th മെയിൻസും, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. അപ്പൊ മേജർ ആയിട്ട് ഞാൻ കഴിഞ്ഞ എക്സാമിന് വന്നിരിക്കുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഈ വരുന്ന 19 ദിവസം കടന്നു പോകാം. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് അതെന്ന്. അപ്പോൾ നമ്മൾ ഈ വരുന്ന 19 ദിവസം നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ പോലെ കവർ ചെയ്യാൻ പോണത് നമ്മുടെ കഴിഞ്ഞ ട്രിവാൻഡ്രം LDC വെച്ചിട്ടാണ്. അത് ഒരു ബ്ലൂ പ്രിന്റ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ 19 ദിവസത്തെ പോർഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് മേജർ ആയിട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഹിസ്റ്ററി വരുന്നത് കേരളത്തിലെ സമരങ്ങൾ, അതായത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ ഇന്ത്യയിൽ നടന്ന പ്രധാനപ്പെട്ട സമരങ്ങളും, അതേപോലെ തന്നെ ലോകത്തിലെ വിപ്ലവങ്ങൾ. ഇത് മൂന്നുമാണ് നമ്മൾ മേജർ ആയിട്ട് ഹിസ്റ്ററിയിൽ പഠിക്കാൻ പോകുന്നത്. പിന്നെ ബാക്കി ഇത് റിലേറ്റഡ് ആയ ടോപ്പിക്കുകൾ നമുക്ക് നമ്മൾ PYQ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ആൻഡ് അടുത്തത് നോക്കിയാൽ ജോഗ്രഫിയിൽ അന്തരീക്ഷ പാളികൾ, അതുപോലെ കാറ്റുകൾ, ദേശീയ ജലപാതകൾ, അതുപോലെ ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ ഉത്തരപർവ്വത മേഖലയും അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളും പഠിക്കണം. പിന്നെ നമ്മുടെ സമുദ്ര ജലപ്രവാഹം, അത് ഈ അടുത്തുള്ള കുറച്ച് എക്സാംസിൽ അത് വരുന്നുണ്ട് മേജർ ആയിട്ട്. പിന്നെ അതുപോലെ പാറകളും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഭൂരൂപങ്ങളും. പിന്നെ എക്കണോമിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 5 ഇയർ പ്ലാന്, അതുപോലെ ഹരിത വിപ്ലവം, RBI റിലേറ്റഡ്, അതായത് ബാങ്കുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ്, പിന്നെ നീതി ആയോഗ്, പിന്നെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, പിന്നെ കാർഷിക വിളകൾ. ഇതാണ് എക്കണോമിക്സിലുള്ളത്. എക്കണോമിക്സ് നമ്മൾ പഠിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുന്ന എക്കണോമിക്സിന്റെ ഒരു റിവിഷൻ പോലെ വരും. അപ്പൊ കഴിഞ്ഞവര് അത് വീണ്ടും ഒരു റിവിഷൻ ആയിട്ട് എടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വരുന്നുണ്ട്, അതുപോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വരുന്നുണ്ട്, ലോകസഭയും രാജ്യസഭയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് മേജർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ മേജർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അതുപോലെ പ്രധാന ആർട്ടിക്കിൾസും വരുന്നുണ്ട്. പ്രധാന ആർട്ടിക്കിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കേരളവും ഭരണ സംവിധാനങ്ങളും എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനപ്പെട്ട ആരോഗ്യ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് ഇല്ലാത്ത എക്സാംസ് ഈ അടുത്തില്ല. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നാണ് ഇപ്പൊ ഈ അടുത്തുള്ള ആരോഗ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ പഠിക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, അത് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ വിവിധ കമ്മീഷനുകൾ, അതിൽ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ വനിതാ കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ഇതൊക്കെയാണ് മേജർ ആയിട്ട് നോക്കാനുള്ളത്. അത് കൂടാണ്ട് ബാക്കിയുള്ള കമ്മീഷൻസ് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സുപ്രധാന നിയമങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജർ ആയിട്ട് നോക്കാനുള്ളത് പോക്സോ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, സ്ത്രീധന നിരോധന നിയമം, അതേപോലെ തന്നെ നമ്മുടെ വിവരാവകാശ നിയമം 2005. അപ്പൊ ഓൾറെഡി ഇത് നമ്മുടെ കഴിഞ്ഞ പോർഷൻസ് ആണ്, പക്ഷെ ഇത് ഒരു റിവിഷൻ പാർട്ടായിട്ട് എടുക്കുക. അപ്പൊ ഇതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് ഒന്നുകൂടി ഊട്ടി ഉറക്കുക. കാരണം ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ്. കഴിഞ്ഞ എക്സാംസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ. അതിനുശേഷം IT മെയിൻ ആയിട്ട് നോക്കാനാണ് നെറ്റ്വർക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം. IT നമുക്കറിയാം, നമുക്ക് ഭയങ്കര ചെറിയ ടോപ്പിക്കാണ്. ഈ 10 വരെ പഠിച്ച IT എന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ അത് ഭയങ്കര ഇൻട്രസ്റ്റോട് പഠിച്ചായിരിക്കും. അപ്പൊ നമുക്ക് അത് പെട്ടെന്ന് കവർ ചെയ്യാവുന്ന പോർഷൻസ് ആണ്. അപ്പൊ പരമാവധി നമ്മൾ IT കംപ്ലീറ്റ് ചെയ്തിട്ട് പോവാം. അതിനുശേഷം പറയുന്ന ബയോളജി ഫിസിക്സ് നമുക്ക് എല്ലാ പോർഷൻസും ഇമ്പോർട്ടന്റ് ആണ്. ഓൾറെഡി ഈ 21 ദിവസം കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുപോലും വിട്ടുകളയായില്ല. ഏത് ഭാഗത്തുനിന്ന് തന്നെ ചോദ്യം ചോദിക്കാം. അപ്പൊ അതെല്ലാം റിവൈസ് ചെയ്യേണ്ട സമയമാണ്. അതായത് ബയോളജി ഫിസിക്സ് എല്ലാ പോർഷൻസും നമ്മൾ നോക്കണം. ആൻഡ് അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ എക്സാമിന് വന്നിരുന്നതാണ് നാറ്റോ, സീറ്റോ, സെന്റോ, വാർസോ പാക്ടുകൾ. പിന്നെ അബ്ദുൽ ഗാഫർ ഖാനെ പറ്റിയുള്ള ചോദ്യങ്ങളും ഈ അടുത്ത് കുറച്ച് എക്സാമുകളായിട്ട് കാണുന്നു. പിന്നെ അതുപോലെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പറ്റി പഠിക്കണം. പിന്നെ പദവികൾ, അതാണ് ഇപ്പോഴത്തെ എക്സാമുള്ള ഒരു ഹോട്ട് ടോപ്പിക് എന്ന് പറയാം. അതായത് പദവികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഈ അടുത്ത നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞത്, അതായത് അപ്പൊ കേന്ദ്രമന്ത്രിസഭ പുതുതായിട്ട് വന്നുള്ളൂ. അപ്പൊ അത് റിലേറ്റഡ് ആയ ചോദ്യങ്ങൾ നമുക്ക് കുറെ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ എക്സാമിന് വന്നിരിക്കുകയും ചെയ്തു. അതുപോലെ കേരളത്തിലെ പദവികളും അതുകൂടാണ്, അതുപോലെ മറ്റു പദവികളും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇതിനോട് ചേർത്ത്. അതിനുശേഷം പഠിക്കേണ്ടതാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ, അതായത് 2023-24 റിപ്പബ്ലിക് ഡേ എന്തായിരുന്നു, അതിൽ ആരൊക്കെയായിരുന്നു അതിഥികൾ, അതിലെ പരേഡുകളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ പങ്കെടുത്തത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ടീമുകളായിരുന്നു, ആൻഡ് അതിൽ ആരൊക്കെയാണ് സമ്മാനം നേടി എന്നുള്ള കാര്യങ്ങൾ പഠിക്കാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഡേയ്സ്, തീംസ് പഠിക്കാം.
ഇപ്പൊ അത് നമ്മുടെ തൊട്ട് മുന്നത്തെ കഴിഞ്ഞ എക്സാമിൽസ് നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് ജൂൺ 5 ഈ അടുത്ത് കഴിഞ്ഞ പരിസ്ഥിതി. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ സ്ലോഗൻ എന്തായിരുന്നു, അതിന്റെ തീം എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അതായത് 2024 ഓഗസ്റ്റിലാണ് നമ്മുടെ എക്സാം നടക്കുന്നത്. അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ചോദ്യങ്ങൾ വരാനുള്ള നല്ല സാധ്യതകളുണ്ട്. അതുപോലെ നൊബേൽ പ്രൈസ് 2022, 23 മെയിൻ ആയിട്ട് നോക്കുന്നത്. എനിക്ക് കാണാൻ പറ്റും ഈ കഴിഞ്ഞ എക്സാംസിലൊക്കെ 2023 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് കൂടാണ്ട് ഇടയിൽ ഒരു എക്സാം എന്ന് തോന്നുന്നു, അതിൽ 2022 നിയാത്താണ്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അത് കൂടാണ്ട് ഏറ്റവും ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ള ആദിത്യ എൽവനും അതുപോലെ ചന്ദ്രയാനും നോക്കണം. പിന്നെ വരികളും രചയിതാക്കളും, പിന്നെ അതുപോലെ തൂലിനാമങ്ങൾ എന്തായാലും നോക്കണം. പിന്നെ നമ്മുടെ കൃതികളും കഥാപാത്രങ്ങളും. പിന്നെ ഏഷ്യൻ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടും G20 റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം നോക്കണം. കാരണം ഇത് കറണ്ട് അഫയേഴ്സിൽ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ നമ്മുടെ പുനഃസംഘടനാ കമ്മീഷനെ പറ്റി നോക്കണം. പിന്നെ ഏറ്റവും ഹോട്ട് ടോപ്പിക്കുകൾ ഒന്നാണ് നമ്മുടെ ഗാന്ധിജി എന്നുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 3 മാസത്തെ 2023 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാത്രം കംപ്ലീറ്റ് ചെയ്യാനുള്ള, ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് കഴിഞ്ഞതൊക്കെ വീണ്ടും ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ. കാരണം 20 മാർക്ക് നമുക്ക് തരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ്. അപ്പൊ നമ്മൾ അത് ഒരു കാരണവശാലും വിടാൻ പാടില്ല. പിന്നെ അതിനുശേഷം വന്നത് MBM, നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. അതിന്റെ PYQ നമ്മൾ ഡെയിലി ഒരു പേപ്പറെങ്കിലും വെച്ച് ചെയ്യണം. ആൻഡ് ഇത് കൂടാണ്ട് നമ്മ മെയിൻ ആയിട്ട് 2024 കഴിഞ്ഞ 10th ലെവൽ എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് എല്ലാ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അതുകൂടാണ്ട് 2021 നമ്മൾ പാറ്റേൺ മാറിയതിനു ശേഷമുള്ള എല്ലാ പേപ്പറുകളും നമ്മൾ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ അത് നമ്മൾ ഉൾപ്പെടുത്തും. അങ്ങനെയാണ് നമ്മൾ ഈ 19 ദിവസത്തെ നമ്മുടെ ഡേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇത് എല്ലാവരും ഇതൊരു ഉറപ്പില്ലാണ്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം പിന്നെ വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. ഇത്തവണ കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. ഒറ്റ എക്സാം ഉള്ളൂ. ഈ എക്സാമിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് എവിടെ വരുന്നുള്ള കാര്യം. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.